മൈത്രനായിട്ട് കുറച്ചുകൂടി വിശദമായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റാവുന്ന കുറച്ച് നല്ല ഉത്തരങ്ങൾ ലഭിക്കും എന്ന് പറയുന്ന രീതിയാണല്ലേ സെക്ഷൽ വെൽനെസ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇന്റർനെറ്റ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒരു പ്രസൻസും അതിൻ്റെ ഒരു വളർച്ചയൊക്കെ ഒരുപാട് കൂടിയതുകൊണ്ട് ആളുകളിൽ ഈ സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡാർക്ക് ഫാൻറ്റസികളും അതുപോലെ ആളുകളെ കീഴ്പ്പെടുത്തിയിട്ടും ആക്രമിച്ചിട്ടൊക്കെ സെക്സ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെൻഡുകളും ഒക്കെ അങ്ങനത്തെ സോഷ്യൽ മീഡിയ റീൽസുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് പങ്കാളിയെ കുറച്ചുകൂടി കീഴ്പ്പെടുത്തുന്നത് ഒരു രീതിയിൽ. അപ്പോൾ ഒരാൾ സബ്മിസീവ് ആവുക, മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇതൊക്കെ വളരെ ട്രെൻഡായിട്ട് രൂപപ്പെടുകയും BDSM പോലുള്ള ഒരുപാട് പുതിയ ടെർമിനോളജീസ് ഒക്കെ ഡെവലപ്പായി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ അകത്ത് ഇങ്ങനെയുള്ള കീഴ്പ്പെടുത്തലുകൾ, ബലപ്പെടുത്തലുകൾ അത് കുറച്ചുകൂടി ദോഷകരമായിട്ടുള്ള ട്രെൻഡായിട്ടാണോ നിരീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് ദുരന്തർ ആ. ദുരന്തറിന്റെ കൂടെ ഇച്ചിരി സെക്സ് ചേർത്താൽ മാത്രമല്ലേ അവർ ചെയ്യേണ്ടുള്ളൂ. ആ. അത്രയേ ചെയ്യുന്നുള്ളൂ. പുരുഷന്മാരുടെ ഫാൻറ്റസിയാണ് അത്. സമൂഹത്തിന്റെ വേദിയാണ്. അവിടെ ജനാധിപത്യമൊന്നും ഈ ഇന്റർനെറ്റിനകത്ത് രഹസ്യമായി ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാധനത്തിനും സ്പേസ് ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഈക്വലായിട്ട് പെരുമാറാൻ അവർ ഒരു കാലത്തും ട്രെയിൻഡ് അല്ല, പഠിച്ചിട്ടില്ല, ശീലിച്ചിട്ടില്ല. ട്രൈബിനകത്ത് അങ്ങനെയല്ലായിരുന്നു. അമ്മമാർ നടത്തിയിരുന്നതായിരുന്നു എല്ലാ ട്രൈബും. അല്ല ഈ ഗോത്ര തലവന്റെ സ്ഥലമാണെന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറയും. അങ്ങനെയല്ല. ഒരു കൂട്ടം അമ്മമാരുടെ ഇടയിലാണ് അതുണ്ടായിരുന്നത്. അവിടുന്നാണ് ഈ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹങ്ങൾ രൂപപ്പെട്ടു വന്നത് മുഴുവൻ കൃഷിയോട് ബന്ധപ്പെട്ട്. ഈ ബലം എന്ന് പറയുന്നത് പരസ്പരം പോരാടാനല്ലെന്നും അത് സ്ത്രീകളെ കീഴടക്കാനാണെന്ന് വരുന്നത് സകല സ്ഥലത്തും ഈ കൃഷിക്കാരുണ്ടാക്കിയ ഒരു വാല്യൂ ആണ് നമ്മൾ ഈ കാണുന്ന പുരുഷന്മാരുടെ ലോകം. അതുകൊണ്ടാണ് ഫാൻറ്റസികൾ മുഴുവൻ അങ്ങനെ സ്ത്രീകൾ പ്രോപ്പർട്ടിയായി മാറി, അല്ലാതെ മനുഷ്യരല്ല. ഇത് ഇപ്പോൾ ഒരു ഇവിടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മനുഷ്യൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ അവളുടെ പടം വരയ്ക്കത്തില്ല, ഒരു പുരുഷൻ്റെ പടമായിരിക്കും വരയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ മാറിപ്പോയി. മനുഷ്യരെന്ന് പറഞ്ഞ പുരുഷൻ, അങ്ങനെയാണ് മനുവിൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ മനുഷ്യരെന്ന് പറഞ്ഞ പുരുഷൻ എന്നുള്ള അർത്ഥമായിപ്പോയി. മാൻ ഗൈൻഡ് എന്നല്ലേ പറയുന്നത്, ഹ്യൂമൻ ഗൈൻഡ് എന്നല്ലല്ലോ പറയുന്നത്. മാൻ ഗൈൻഡ് എന്നാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. മാൻ ഈസ് എ മെഷർ ഓഫ് തിങ്സ് എന്നൊക്കെ പറഞ്ഞ എല്ലാം അങ്ങനെയല്ലേ പറയുന്നത്. പഴയ കാലത്തെ ഏത് മഹാമാനെ എടുത്താലും ഈ പുരുഷന്മാർക്ക് വേണ്ടി പറയുന്നവർ തന്നെയാണ്. സകല ഫിലോസഫി നിങ്ങൾ നോക്ക്, പുരുഷനായ എത്തിയാലേ പറ്റുള്ളൂ. സ്ത്രീകളായ ആരും അങ്ങെത്തത്തില്ല. മോക്ഷം മുഴുവനും പെണ്ണുങ്ങളിൽ നിന്ന് മോക്ഷം മേടിക്കുന്നതാണ് അവസാനത്ത്. സ്ത്രീകൾ കാമരൂപിണിയായി വന്ന് അയാളെ വശീകരിക്കുന്ന കഥയാണ്. ബുദ്ധനെയൊക്കെ എഴുതി വയ്ക്കുന്ന കഥയ്ക്കകത്ത് എന്താ ഉള്ളത്? കംപ്ലീറ്റ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള സാധനമല്ലേ അതല്ലേ? അതിപ്പോൾ തുടങ്ങിയതല്ല. അതിന്റെ ഫിലോസഫി അതിന് ഇനി അറ്റത്ത് വന്നിരിക്കുന്ന ഇപ്പൊ ഈ ഇന്റർനെറ്റ് ഉണ്ടായപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഭിത്തി ഉണ്ടായി. പണ്ടാണെങ്കിൽ നമുക്ക് കക്കൂസ ഉണ്ടായിരുന്നുള്ളൂ എഴുതാൻ. ഇപ്പോൾ നമ്മൾ ട്രെയിനകത്ത് കയറിയ കക്കൂസിൽ എഴുതുന്നേ ഇല്ല. എന്നാൽ അതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വന്തം വാള് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കരിക്കട്ടയായിട്ട് നടക്കണ്ട. നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു സിനിമ എന്താ വാഴയോ, അതിനകത്ത് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഭിത്തിയെ പറ്റിയാണ് കാണിക്കുന്നത്. ഇന്നത് സോഷ്യൽ മീഡിയയിലാണ് കാണിക്കേണ്ടത്. ആ സിനിമ ആ ലെവലിൽ അതൊരു പഴഞ്ഞനാ. ഭിത്തിക്ക് എഴുതി വയ്ക്കുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതാണ് എടുക്കേണ്ടത്. വാഴ പുതിയതാകണമെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഭിത്തി എന്ന് പറയുന്നത് സ്വന്തമായി കിട്ടുകയും അവിടെ എന്തും എഴുതാൻ പറ്റുമെന്നുള്ളത് വന്നതോടെ അത് പ്രത്യേകിച്ചും ഭാഷ എല്ലാവരും മോണിറ്റർ ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ നിൽക്കുന്ന തരത്തിൽ ഇൻ്റർനാഷണലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കാരണം കൊണ്ടൊക്കെ അതിന് സ്പേസ് ഉണ്ടായിപ്പോയി. ഇപ്പം ഞാനിരുന്ന് മലയാളത്തിൽ സംസാരിച്ചാൽ എന്നെ ഉടനെ ട്രംപ് വന്ന് ക്ലിപ്പിടത്തില്ല എന്ന് പറയുന്ന പോലുള്ള സ്പേസ് കിട്ടി എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ അതേ സ്പേസ് തന്നെയാണ് ഈ മനുഷ്യർക്കെല്ലാം ഉള്ളത്. അതിനകത്തൊരു ജനാധിപത്യപരമായിട്ടുള്ളൊരു വശം അതിന് സത്യത്തിലുണ്ട്. ആർക്കും എന്തെങ്കിലും അവർ പറയാനുള്ളത് എഴുതാനും നമ്മുടെ തന്നെ ലൈവ് പോയി പറയാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിപ്പോയെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു ജനാധിപത്യം. പക്ഷേ അതാണ് അവർ AI ഉപയോഗിച്ച് മോണിറ്റർ ചെയ്ത് അത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്തായാലും കൂടെ ഈ നടക്കുന്ന സംസാരം 5 വർഷം കഴിഞ്ഞ് കാണാനുള്ള സാധ്യത കുറവാണ്. തൻ്റെ ഇതൊക്കെ പൂട്ടിപ്പോവും. എന്നെയൊക്കെ വിളിച്ച് സംസാരിപ്പിക്കുന്നത് എനിക്ക് നല്ലതല്ല. ഈ എയുടെ ഒരു കടന്നുകയറ്റം കാരണം കൊണ്ട് AI അല്ല കടന്നുകയറ്റം, ഈ ആളുകളെ ഉപയോഗിക്കുന്നുള്ളൂ. AI തന്നെത്താൻ എങ്ങൊന്നും വരുന്നില്ല, അതിന് സ്വന്തം ജീവനില്ല.
ശരിയാ. വെറുതെ അങ്ങനെ പറയരുത്. തോക്ക് വന്ന് വെടിവെച്ചെന്ന് പറയുന്ന പോലെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി. AI ടെക്നോളജി ആ കൊണ്ട് AI ടെക്നോളജി ടെക്നോളജി ആൾക്കാർ കൊണ്ട് മറ്റുള്ളവരെ മാനസികമായി എങ്ങനെയാണോ ഗെയിമിലൂടെ കീഴടക്കാൻ പറ്റുന്നത് പോലെ നമ്മളെ മോണിറ്റർ ചെയ്യാൻ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് വരുന്നത്. ഒരുപാട് പേരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെന്തിനാണ് തൊഴിൽ ചെയ്യേണ്ട ആവശ്യം? അടിമകളുടെ യുക്തിയാണ് ഈ തൊഴിൽ ചെയ്യണമെന്ന്. എന്ത് കാരണം കൊണ്ടാണ്? ഏതെങ്കിലും മുതലാളിയുടെ മക്കള് ജോലി ചെയ്തിട്ടാണോ അവര് ആ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്? അല്ല. അതെന്താ അങ്ങനെ പറ്റുന്നത്? അങ്ങനെ ചെയ്യണ്ടേ? തൊഴിൽ ചെയ്തിട്ട് വേണമല്ലോ നമ്മളെല്ലാം തിന്നാൻ. അങ്ങനെയാണെങ്കിൽ മുതലാളിമാരുടെ മക്കളെല്ലാം എങ്ങനെ തിന്നും? അങ്ങനെ ആവശ്യമൊന്നുമില്ല. നമ്മൾ 18 മണിക്കൂർ പണിയെടുത്തവരായിരുന്നു അടിമകള്. ഉം. അപ്പൊ അവര് ഏറ്റവും വലിയ പണക്കാരായി മാറണ്ടേ? അവരായില്ല. അതെന്താ ആകാഞ്ഞേ? അധ്വാനിച്ചാൽ ഉണ്ടാകുമല്ലോ. അങ്ങനെയല്ലേ പറയുന്നത്? അതെ. അധ്വാനിച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ സ്വത്തുകാരാകും. അതാണല്ലോ ഈ എന്താ പറയണെ നമ്മുടെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ലേവ്സും ഏറ്റവും വലിയ പണക്കാരായി മാറിയേനെ. കാരണം 18 മണിക്കൂറോളം പണിയെടുത്തിട്ടുണ്ട്. ഒന്നും ആകത്തില്ല. അത് നമ്മളറിയണം. അടിയാളര് 16 മണിക്കൂർ പണിയെടുത്തിട്ടുള്ളവരാ. അവരെന്താണ് പണക്കാരായി മാറാഞ്ഞേ? തൊഴിലാളികൾ അത് കഴിഞ്ഞ് 8 മണിക്കൂർ പണിയെടുക്കുന്നവരുടെ സമരം ചെയ്താണ് 8 മണിക്കൂറാക്കിയത്. ആ 8 മണിക്കൂർ പണിയെടുത്താലും അപ്പോഴും അവരും ഏറ്റവും വലിയ പണക്കാരായി മാറണമല്ലോ. ഉം. അതെന്താ അവരൊന്നും ആകാഞ്ഞേ? അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മെഷീൻസ് വന്നാലോ നമ്മുടെ എന്താണ് പണിയുടെ അളവ് കുറയാനാണ് ഇതെല്ലാം ഉണ്ടാകണ്ടേ. അങ്ങനെയാ മനസ്സിലാക്കണ്ടേ. 2 മണിക്കൂറായിട്ട് 1 മണിക്കൂറായിട്ട് പണി ചെയ്യുന്നവർ മാറണ്ടേ. നമ്മളെ സഹായിക്കാൻ ഉണ്ടാകുന്നതല്ലേ ഈ മെഷീനല്ല. ഇപ്പൊ നമ്മൾ അപ്ഗ്രേഡഡ് ആവുക വഴിയുള്ളൂ. നമുക്ക് ഈ തരത്തിലുള്ള പണികൾ എന്തിനാ നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്താ? 1 മണിക്കൂർ പണിയെടുത്താൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതിനേക്കാളും വലിയ ശമ്പളം തരാൻ പറ്റും. അത്രത്തോളം ധനം ഉണ്ടാകും. ഉണ്ടാകുന്ന ധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ലാതെ ഇയാളുടെ തൊഴിൽ നമ്മളെന്തിനാ ഈ തൊഴിലാളികളായിട്ടിരിക്കേണ്ട ആവശ്യം എന്താ? അത് അടിമകളുടെ ബോധം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അധ്വാനിക്കാന്ന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനാണ് അധ്വാനം എന്ന് പറയുന്നത്. അധ്വാനം വിൽക്കുന്നതിനാണ് തൊഴിലെന്ന് പറയുന്നത്. അധ്വാനം എന്തിനാ നമ്മൾ വിൽക്കേണ്ട ആവശ്യം? ശരിയാണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കുരങ്ങ് മരത്തെ കയറുന്നത് തൊഴിലാണോ? അല്ല. അതാണ് അധ്വാനം എന്ന് പറയുന്നത്. ഒരു കൃഷിക്കാരൻ അയാൾ ഭൂമിയിൽ ചെയ്യുന്നത് അധ്വാനമാണ്. പക്ഷെ കർഷക തൊഴിലാളി ചെയ്യുന്നത് ജോലിയാണ്. ഉം. അതുകൊണ്ടാണ് അയാൾക്ക് ഉണ്ടായ തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടത്തില്ല. അധ്വാനം വിറ്റ ആളാ. ഇതാണ് വ്യത്യാസമായിട്ട് അറിയേണ്ടത്. അല്ല തൊഴിലാളികളാകേണ്ട ആവശ്യമില്ല. തൊഴിൽ ചെയ്യുന്നവരല്ല ആകേണ്ടത്. സ്വതന്ത്രരായ മനുഷ്യരായി മാറുന്നതിനാണ്. നമ്മളെ സഹായിക്കുന്നതിനാണ് ഈ മെഷീൻ മുഴുവൻ ഉണ്ടായത്. നമ്മുടെ വർക്ക് അവർ കുറച്ച് നേരം മാത്രം ചെയ്യുകയും ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറുന്നതിനാണ്. അതുകൊണ്ട് നമ്മളെന്തിനാണ് AI വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ധനം പങ്കുവെക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. എവിടെയാണ് അത് മനസ്സിലാക്കുന്നത്? അവിടെ സോഷ്യലൈസേഷൻ നടക്കുന്നില്ല. സോഷ്യലൈസേഷനാണ് നടക്കാതിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുത്തെ റോഡ്, ആ. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പറയുന്നത് മുഴുവൻ പണ്ട് കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും വീടുള്ളത്. ഇതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടാകുന്ന AI വന്ന് ചെയ്യുന്ന എല്ലാ പണിയും ചെയ്തോട്ടെ. അതിന്റെ മുഴുവൻ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരായിട്ട് മാറും. അത് മാറാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയേണ്ടത്. ഇപ്പോഴതിന്റെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഉം. പാലത്തിനകത്ത് ഞാൻ ടാക്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയുടെ ടാക്സ് കൊടുക്കുന്നുണ്ട്? 10 രൂപ കൊടുത്താൽ പാലം ഉണ്ടാവുമോ? അപ്പോൾ കളക്റ്റീവായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാവരുടെയും അധ്വാനത്തിന്റെ പങ്ക് അതിനകത്ത് ഇടുന്നത് കൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്.